So welcome all. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് മോഡ്യൂളിൻ്റെ പോർഷൻസ് ആണ്. സോ ഫോർത്ത് മോഡ്യൂളിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. അതിൻ്റെ ബാക്കി തുടർച്ചയായിട്ടുള്ള പോർഷൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ടോപ്പിക് ഈസ് സബ് ക്രിട്ടിക്കൽ ഫ്ലോ ഓർ സ്ട്രീമിംഗ് ഫ്ലോ ഓർ ട്രയാങ്കിൾ ഫ്ലോ. ക്രിട്ടിക്കൽ ഫ്ലോ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്ത് ക്രിട്ടിക്കൽ ഡെപ്ത് ആകുമ്പോൾ അല്ലെങ്കിൽ സ്പെസിഫിക് എനർജി മിനിമം സ്പെസിഫിക് എനർജി ആകുമ്പോൾ ഉള്ള ഫ്ലോയ്ക്കാണ് നമ്മൾ ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയുന്നത്. അവിടെ ഫ്രൂട്ട്സ് നമ്പറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആയിരിക്കും. സബ് ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദ ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻ എ ചാനൽ ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ഡെപ്ത് ദ ഫ്ലോ ഈസ് സെറ്റ് ടു ബി സബ് ക്രിട്ടിക്കൽ. അതായത് ഇവിടെ ഡെപ്ത് ഓഫ് ഫ്ലോ യൂഷ്വലി ക്രിട്ടിക്കൽ ഡെപ്തിനെക്കാട്ടിയും കൂടുതലായിരിക്കും. ഡെപ്ത് ക്രിട്ടിക്കൽ ഡെപ്തിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫ്ലോയ്ക്കാണ് നമ്മൾ സബ് ക്രിട്ടിക്കൽ ഫ്ലോ അല്ലെങ്കിൽ സ്ട്രീമിംഗ് ഫ്ലോ അല്ലെങ്കിൽ ട്രയാങ്കിൾ ഫ്ലോ എന്ന് പറയുന്നത്. ഇവിടെ ഫ്രൂട്ട്സ് നമ്പറിൻ്റെ വാല്യൂ യൂഷ്വലി ലെസ് ദാൻ 1 ആയിരിക്കും. നെക്സ്റ്റ് ഈ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഫ്ലോ അല്ലെങ്കിൽ ടൊറൻഷ്യൽ ഫ്ലോ എന്നും പറയും. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ when the depth of flow in a channel is less than critical depth, the flow is said to be supercritical. അതായത് ഡെപ്ത് ഓഫ് ഫ്ലോ ക്രിട്ടിക്കൽ ഡെപ്തിനെക്കാട്ടിയും കുറവാണെങ്കിൽ, ഡെപ്ത് ഓഫ് ഫ്ലോ ക്രിട്ടിക്കൽ ഡെപ്തിനെക്കാട്ടിയും കുറവാണെങ്കിൽ ആ ഫ്ലോയെ നമ്മൾ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഫ്ലോ അല്ലെങ്കിൽ ടൊറൻഷ്യൽ ഫ്ലോ എന്ന് പറയും. ഇവിടെ ഫ്രൂട്ട്സ് നമ്പറിൻ്റെ വാല്യൂ യൂഷ്വലി ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ ഫ്ലോ ഉണ്ട്, സബ് ക്രിട്ടിക്കൽ ഫ്ലോ ഉണ്ട്, സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ഉണ്ട്. നമ്മൾ ഡെപ്ത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ഡെപ്ത് ക്രിട്ടിക്കൽ ഡെപ്ത് ആണെങ്കിൽ അത് ക്രിട്ടിക്കൽ ഫ്ലോ ആയിരിക്കും. ഡെപ്ത് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ഡെപ്ത് ആണെങ്കിൽ അത് സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആയിരിക്കും. ഡെപ്ത് ലെസ് ദാൻ ക്രിട്ടിക്കൽ ഡെപ്ത് ആണെങ്കിൽ അത് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആയിരിക്കും. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് കണ്ടീഷൻ ഫോർ മാക്സിമം ഡിസ്ചാർജ് ഫോർ എ ഗിവൺ വാല്യൂ സ്പെസിഫിക് എനർജി. ഡിസ്ചാർജ് മാക്സിമം ആവാൻ എടുക്കുന്ന കണ്ടീഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. മാക്സിമം ഡിസ്ചാർജിൻ്റെ കണ്ടീഷൻ. ഓക്കെ, സോ അതിനായിട്ട് നമ്മൾ ആദ്യം സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ എഴുതുക. സ്പെസിഫിക് എനർജി E ഈക്വൽ ടു H പ്ലസ് V²/2G. ഇതാണ് സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ. ഇവിടെ വിക്ക് പകരം ഞാൻ Q/A എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം നമുക്ക് വിയെ Q/A എന്ന് എഴുതാൻ പറ്റും. ഇവിടെ എക്ക് ഞാൻ B × H എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഏരിയ ഇപ്പോൾ റെക്ടാങ്കുലർ ചാനലാണ്. സോ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഏരിയ. സോ Q/BH എന്ന് വരും വിയുടെ വാല്യൂ. സോ അത് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഈ ഇക്വേഷൻ ഇങ്ങനെ വരും. E ഈക്വൽ ടു H പ്ലസ് Q²/2G B²H² എന്ന് വരും. ഓക്കെ, ദെൻ ഇതിനകത്ത് ഈ റൈറ്റ് സൈഡ് കിടക്കുന്ന എച്ചിനെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. സോ ഇക്വേഷൻ ബിക്കംസ് E - H ഈക്വൽ ടു Q²/2G B²H² എന്ന് വരും. ദെൻ ഈ റിലേഷനിൽ നിന്ന് ഞാൻ Q² എക്സ്പ്രഷൻ എഴുതുകയാണ്. Q² എക്സ്പ്രഷൻ എഴുതാനായിട്ട് താഴെ ഡിനോമിനേറ്റർ കിടക്കുന്ന ടേമിനെ ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ Q² ഇക്വേഷൻ അങ്ങനെ വരും. Q² ഈക്വൽ ടു E - H ഇൻറ്റു 2G B²H² എന്ന് വരും. ഓക്കെ, അതിൽ നിന്ന് Q വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് E - H ഇൻറ്റു 2G B²H² എന്ന് വരും. ദെൻ ഈ റൂട്ടിനകത്ത് നിന്ന് ഞാൻ ഈ B റൂട്ടിന് വെളിയെടുക്കുന്നു, B² റൂട്ടിന് വെളിയെടുക്കുന്നു. അത് കണക്ക് തന്നെ ഈ H² ഈ ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇക്വേഷൻ അങ്ങനെ വരും. Q ഈക്വൽ ടു B ഇൻറ്റു റൂട്ട് ഓഫ് 2G ഇൻറ്റു ഈ H² മൈനസ് HQ. ഇങ്ങനെ വരാൻ കാര്യം ഈ H² ഈ ബ്രാക്കറ്റിനകത്തേക്ക് എടുത്തത് കാരണമാണ് ഇങ്ങനെ വന്നത്. Q ഈക്വൽ ടു B ഇൻറ്റു റൂട്ട് ഓഫ് 2G ഇൻറ്റു ഈ H² മൈനസ് HQ. ഇക്വേഷൻ നമ്പർ 1 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണ് ക്യൂവിൻ്റെ ഒരു റിലേഷൻ. ഓക്കെ, സോ ഈ റിലേഷനിൽ Q മാക്സിമം ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന എക്സ്പ്രഷനിൽ ഈ H² മൈനസ് H³ വാല്യൂ മാക്സിമം ആണ്. സോ ദ എക്സ്പ്രഷൻ ഈ H² മൈനസ് H³ ഷുഡ് ബി മാക്സിമം. ഫോർ Q ടു ബി മാക്സിമം ഈ H² മൈനസ് H³ ഷുഡ് ബി മാക്സിമം. കാരണം ബാക്കി ടേംസ് ഒക്കെ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സോ ഈ H² മൈനസ് H³ മാക്സിമം ആവണം, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഓഫ് ഈ H² മൈനസ് HQ വിത്ത് റെസ്പെക്ട് ടു H ഷുഡ് ബി ഈക്വൽ ടു 0. ദാറ്റ് ഈസ്
d by dh of EH square minus H cube should be equal to 0 for Q to be maximum. ഇനി ഇതിനെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എച്ച് ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. സോ എങ്ങനെ വരും ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം ഈ എച്ച് സ്ക്വയർ ആണ്, അതിനകത്ത് ഈ കോൺസ്റ്റൻ്റ് ആണ്, പിന്നെ വേരിയബിൾ എന്ന് പറയുന്നത് എച്ച് സ്ക്വയർ ആണ്. എച്ച് സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ 2h എന്ന് വരും. സോ 2EH മൈനസ് രണ്ടാമത്തെ ടേം എച്ച് ക്യൂബ് ആണ്. എച്ച് ക്യൂബിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ 3h സ്ക്വയർ ആണ്. അപ്പം ഈ 2EH മൈനസ് 3h സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് വരും. രണ്ടിൽ നിന്നും എച്ച് കോമൺ ആയിട്ട് എടുക്കുക. സോ h ഇൻറ്റു 2e മൈനസ് 3h ഈക്വൽ ടു 0 എന്ന് വരും. ഈ എച്ചിന് റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ അത് 0 ആവും. ദെൻ ബാലൻസ് 2e മൈനസ് 3h ഈക്വൽ ടു 0 എന്ന് വരും. ദാറ്റ് ഈസ് 2e ഈക്വൽ ടു 3h എന്ന് വരും. സോ h ഈക്വൽ ടു 2/3e എന്ന് വരും. സോ ഡിസ്ചാർജ് മാക്സിമം ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോ h ഷുഡ് ബി ഈക്വൽ ടു 2/3 ഓഫ് സ്പെസിഫിക് എനർജി. h ഈക്വൽ ടു 2/3e എന്ന് വരണം. അല്ലെങ്കിൽ നമുക്ക് എഴുതാം e ഈക്വൽ ടു 3/2h എന്ന് എഴുതാം. ഓക്കെ, സോ ഈ രണ്ടും ഓർത്ത് വെച്ചോണം. സോ ദീസ് ടു ആർ ദ കണ്ടീഷൻസ് ഫോർ മാക്സിമം ഡിസ്ചാർജ്. e ഈക്വൽ ടു 3/2h. ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ മിനിമം സ്പെസിഫിക് എനർജി ഇക്വേഷൻ ഡിറൈവ് ചെയ്തപ്പോഴും നമുക്ക് ഇങ്ങനൊരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതായത് മിനിമം സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ മിനിമം ഈക്വൽ ടു 3/2hc ആണ്. അതായത് ഈ എക്സ്പ്രഷനിൽ തന്നെ ഈ സ്പെസിഫിക് എനർജി മിനിമം ആകുമ്പോൾ hc ആവും, അതായത് ഡെപ്ത് ക്രിട്ടിക്കൽ ഡെപ്ത് ആവും. സോ ഈ മിനിമം ഈക്വൽ ടു 3/2hc എന്നും വേണമെങ്കിൽ ഇതിനെ എഴുതാൻ പറ്റും. അതായത് ദിസ് എക്സ്പ്രഷൻ ഈസ് സെയിം ആസ് ദ എക്സ്പ്രഷൻ ഫോർ മിനിമം സ്പെസിഫിക് എനർജി. ഏകദേശം മിനിമം സ്പെസിഫിക് എനർജിയുടെ എക്സ്പ്രഷൻ പോലെ തന്നെയാണ് ഈ റിലേഷൻ നമുക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും when depth of flow becomes critical, അതായത് ഡെപ്ത് ഓഫ് ഫ്ലോ ക്രിട്ടിക്കൽ ഡെപ്ത് ആവുമ്പം തന്നെയാണ് ഡിസ്ചാർജ് മാക്സിമം ആവുന്നതെന്ന് നമുക്ക് അതിൽ നിന്ന് പറയാൻ പറ്റും. ഇത് ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് മിനിമം സ്പെസിഫിക് എനർജിയുടെ എക്സ്പ്രഷൻ പോലെ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതായത് ഈ മിനിമം ഈക്വൽ ടു 3/2hc, അതായത് ഇവിടെ hc ആയി. സോ നമുക്ക് പറയാൻ പറ്റും ഡിസ്ചാർജ് മാക്സിമം ആവുന്നത് when the depth of flow is equal to critical depth. Depth of flow critical depth ആവുമ്പോൾ തന്നെയാണ് ഡിസ്ചാർജ് മാക്സിമം ആവുന്നത്. സോ അതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. The specific energy for a 3 meter wide channel is to be 3 kilogram meter per kilogram. What would be the maximum possible discharge? ഒരു ചാനൽ തന്നിട്ടുണ്ട്, അതിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട് 3 മീറ്റർ ആണ്, അതിൻ്റെ സ്പെസിഫിക് എനർജി തന്നിട്ടുണ്ട് 3 കിലോഗ്രാം മീറ്റർ പെർ കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാക്സിമം ഡിസ്ചാർജ് എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ എടുത്ത് എഴുതിയിരിക്കുന്നു. വിഡ്ത്ത് b ഈക്വൽ ടു 3 മീറ്റർ ആണ്, സ്പെസിഫിക് എനർജി 3 കിലോഗ്രാം മീറ്റർ പെർ കിലോഗ്രാം ആണ്. സോ നമുക്കറിയാം ദ ഡിസ്ചാർജ് വിൽ ബി മാക്സിമം വെൻ ദ ഡെപ്ത് ഓഫ് ഫ്ലോ ഷുഡ് ബി ക്രിട്ടിക്കൽ. അതായത് ഡിസ്ചാർജ് മാക്സിമം ആവണമെന്നുണ്ടെങ്കിൽ ഡെപ്ത് ക്രിട്ടിക്കൽ ഡെപ്ത് ആയിരിക്കണം. സോ hc ഈക്വൽ ടു നമുക്ക് പിന്നെ മാക്സിമം ഡിസ്ചാർജിൻ്റെ കണ്ടീഷൻ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതിയിരിക്കുന്നു. 2/3 എന്നുള്ളതാണ് കണ്ടീഷൻ. അതാണ് നമ്മൾ ഓൾറെഡി നേരത്തെ ഡിറൈവ് ചെയ്തത്. h ഈക്വൽ ടു 2/3e അല്ലെങ്കിൽ e ഈക്വൽ ടു 3/2h. ഈ റിലേഷനിൽ നിന്ന് hൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അത് തന്നെ ആയിരിക്കും ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ വാല്യൂ. സോ h ഈക്വൽ ടു 2/3e എന്ന് എടുക്കുന്നു. ഇയുടെ വാല്യൂ നമുക്കറിയാം 3 ആണ്. സോ 2/3 × 3 ഈക്വൽ ടു 2 മീറ്റർ എന്ന് വരും. സോ ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ വാല്യൂ നമുക്ക് 2 മീറ്റർ എന്ന് കിട്ടി. ഇനി മാക്സിമം ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. സോ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. പക്ഷേ ഇവിടെ ഡെപ്ത് ക്രിട്ടിക്കൽ ഡെപ്ത് ആണ്. അപ്പം വെലോസിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ക്രിട്ടിക്കൽ വെലോസിറ്റി ആയിരിക്കും. ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം vc ഈക്വൽ ടു √GHc ആണ്. ഇത് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത ഇക്വേഷനാണ്. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ഡെറിവേഷൻ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കുക. സോ vc ഈക്വൽ ടു √GHc. സോ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ക്രിട്ടിക്കൽ വെലോസിറ്റി കണ്ടുപിടിക്കാം. ഇവിടെ ജിയുടെ വാല്യൂ 9.81 ആണ്, hcയുടെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ച് 2 മീറ്റർ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ വാല്യൂ 4.425 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ദെൻ അപ്പം ഈ ഡിസ്ചാർജിൻ്റെ ഇക്വേഷനകത്ത് നമുക്ക് വെലോസിറ്റി കിട്ടി. ഇനി ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ചാനലാണ്. സോ ഇറ്റ് വിൽ ബി വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. സോ b ഇൻറ്റു hc. ഇവിടെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ഡെപ്ത് ആണ്, അതുകൊണ്ടാണ് hc എന്ന് കൊടുത്തത്.
സോ രണ്ടിൻ്റെ വാല്യൂ നമുക്കറിയാം. 3 × 2 6 മീറ്റർ സ്ക്വയർ എന്ന് വരും. സോ ക്യൂ മാക്സ് കണ്ടുപിടിക്കുക. A × AC 6 × 4.425 it will be 26.58 meter cube per second. Next topic is condition for critical flow. So നമുക്കറിയാം condition for critical flow എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് നമ്പർ ഷുഡ് ബി ഈക്വൽ ടു 1 ആണ്. സോ അതെങ്ങനെ കിട്ടിയെന്ന് നോക്കാം. നമുക്കറിയാം സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ ഈക്വൽ ടു H + V²/2g ആണ്. ഇവിടെ ഞാൻ വിക്ക് Q/A എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ബിക്കംസ് E = H + Q²/2gA² എന്ന് വരും. ദെൻ ഈ ഇക്വേഷൻ ഞാൻ വിത്ത് റെസ്പെക്ട് H ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ദെൻ equating to 0. So dE/dH = 0. So with respect to H ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. That is d/dH of H + Q²/2gA² = 0 എന്ന് കൊടുത്തു. ഓരോ ടേംസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് ടേം H ആണ്, അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. സെക്കൻഡ് ടൈം നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് Q²/2g എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. വേരിയബിൾ എന്ന് പറയുന്നത് 1/A² മാത്രമാണ്. ഇവിടെ A എന്ന് പറയുന്ന ഏരിയ ആണ്, അതൊരു എച്ചിൻ്റെ ഒരു ഫങ്ഷനായിട്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഇതിനെ ഞാനിങ്ങനെ എഴുതുന്നു. 1 + Q²/2gനെ ഈ ഡിഫറൻഷ്യലിന് പുറത്തെടുത്തത് കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു d/dH of 1/A². ഓക്കെ, അപ്പോൾ അതിങ്ങനെ വരും 1 + Q²/2g ഇൻറ്റു 1/A² ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് -2 × 1/A³ ആണ്. -2 × 1/A³ ഇൻറ്റു dA/dH എന്ന് പറയുന്നത് എച്ചിൻ്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് d × dA/dH കൂടെ എഴുതണം. dA/dH = 0. ഓക്കെ, ഇവിടെ താഴെയും മുകളിലും 2 ഉണ്ട്. 2 ക്യാൻസൽ ചെയ്ത് പോകുന്നു. ബാക്കി ടൈം എല്ലാം കൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. സോ ദിസ് ബിക്കംസ് 1 - Q²/gA³ ഇൻറ്റു dA/dH = 0 എന്ന് വരും. ഈ മൈനസ് ടേം ഈ പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആവും. അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. Q²/gA³ ഇൻറ്റു dA/dH = 1 എന്ന് വരും. ഓക്കെ, ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും =1. ഇനി ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. അതിനുശേഷം ഞാനൊരു റെക്റ്റാങ്കുലർ ചാനൽ സെക്ഷൻ കൺസിഡർ ചെയ്യുന്നു. ഇതിൻ്റെ ടോപ്പ് വിഡ്ത്ത് ഞാൻ T ആയിട്ട് എടുക്കുന്നു. ദെൻ അതിൻ്റെ ടോപ്പിൽ തന്നെ ഞാനൊരു ചെറിയൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ ഡെപ്ത് ഞാൻ DH എന്നും പറഞ്ഞിട്ടുണ്ട്. ഡെപ്ത് അല്ലെങ്കിൽ തിക്നെസ് DH എന്നും പറഞ്ഞ് എടുക്കുന്നു. അപ്പോൾ ഈ സ്ട്രിപ്പിൻ്റെ ഏരിയ എന്ത് വരും? സ്ട്രിപ്പിൻ്റെ ഏരിയയ്ക്ക് ഞാൻ DA എന്ന് കൊടുത്തു. സോ ഏരിയ ഓഫ് ദ സ്ട്രിപ്പ് DA will be equal to DH × T വരും. DH × T. ഓക്കെ, ഈ DH പുറത്തോട്ട് കൊണ്ടുവരുന്നു. സോ dA/dH = T എന്ന് കിട്ടും. dA/dH = T എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. ഈ dA/dHൻ്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1 Q²/gA³ ഇൻറ്റു T = 1 എന്ന് കിട്ടും. ഓക്കെ, അതിന് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുക. Q²/g ഈ ലെഫ്റ്റ് സൈഡിൽ ഇട്ടിട്ട് ബാക്കി ടേംസ് ഒക്കെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇക്വേഷൻ ബിക്കംസ് Q²/g = A³/T എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ഇൻ ക്രിട്ടിക്കൽ ഫ്ലോ. ക്രിട്ടിക്കൽ ഫ്ലോയിലെ ഒരു ഇമ്പോർട്ടൻ്റ് റിലേഷനാണിത്. Q²/g = A³/T എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഞാൻ ചെയ്യുന്നത് രണ്ട് സൈഡിലും ഇത് സ്ക്വയർ റൂട്ട് എടുക്കുക. രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കുക. ടേക്കിംഗ് സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, ഇപ്പം എങ്ങനെ വരും? Q² സ്ക്വയർ റൂട്ട് Q വരും, ജിയുടേത് √g വരും. ഇത് മൊത്തത്തിൽ √A³ എന്ന് വരും. ഓക്കെ, ദെൻ ഈ A³ വേണമെങ്കിൽ A² × A എന്ന് എഴുതാൻ പറ്റും. ദെൻ A² വേണമെങ്കിൽ റൂട്ടിന് പുറത്തെടുക്കുമ്പോൾ A ആവും. സോ ഇക്വേഷൻ എങ്ങനെ വരും? Q/√g = A × √A/T എന്ന് വരും. എയും ടിയും റൂട്ടിനകത്താണ്. A × √A/T എന്ന് വരും. ദെൻ ഇവിടെ A/T എന്ന് പറയുന്നത്, അതായത് ഏരിയ ബൈ ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്ന ആ റേഷ്യോ എന്ന് പറയുന്ന പേരാണ് ഹൈഡ്രോളിക് ഡെപ്ത്. അതിന് D എന്ന് വെച്ച് ഡിനോട്ട് ചെയ്യും. സോ ഏരിയ ബൈ ടോപ്പ് വിഡ്ത്തിനെ നമ്മൾ ഹൈഡ്രോളിക് ഡെപ്ത് എന്നാണ് പറയുന്നത്. നമുക്ക് ഹൈഡ്രോളിക് മീൻ ഡെപ്തും ഹൈഡ്രോളിക് ഡെപ്തും
ഡിഫറൻ്റ്. ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്ന് പറയുന്നത് ഏരിയ ബൈ പെരിമീറ്റർ ആയിരുന്നു. ഏരിയ ബൈ ടോപ്പ് വിഡ്ത്തിന് നമ്മൾ ഹൈഡ്രോളിക് ഡെപ്ത് ഡി എന്ന് പറയും. അപ്പോൾ ഇവിടെ ഈ റൂട്ടിനകത്ത് കിടക്കുന്ന എ ബൈ ടിക്ക് ഡി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ അങ്ങനെ വരും, ക്യൂ ബൈ റൂട്ട് ജി ഈക്വൽ ടു എ റൂട്ട് ഡി എന്ന് വരും. ഇവിടെ എ റൂട്ട് ഡി പറയുന്ന പേര് ആണ് സെക്ഷൻ ഫാക്ടർ ഫോർ ക്രിട്ടിക്കൽ ഫ്ലോ. അതായത് ഏരിയ ഇൻറ്റു റൂട്ട് ഓഫ് ഹൈഡ്രോളിക് ഡെപ്തിന് പറയുന്ന പേരാണ് സെക്ഷൻ ഫാക്ടർ. ഇത് നേരത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. 3-4 മാർക്കിന് ചോദിക്കാം. എന്താണ് സെക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്? സെക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഏരിയ ആൻഡ് സ്ക്വയർ റൂട്ട് ഓഫ് ഡി ആണ്. ഡി ഈസ് ഹൈഡ്രോളിക് ഡെപ്ത്. സോ ക്യൂ ബൈ റൂട്ട് ജി ഈക്വൽ ടു എ റൂട്ട് ഡി. ഓക്കെ, ദെൻ അടുത്തത് ഈ ക്യൂ എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ആണ്. ഡിസ്ചാർജിന് കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം എ ഇൻറ്റു വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇക്വേഷൻ 3 ഇക്വേഷൻ 3 എന്ന് കൊടുത്തു. ഇക്വേഷൻ 3 ബിക്കംസ് ഇവിടെ ക്യൂവിന് എ ഇൻറ്റു വി എന്ന് കൊടുക്കുക. എ ഇൻറ്റു വി ബൈ റൂട്ട് ജി ഈക്വൽ ടു എ റൂട്ട് ഡി എന്ന് വരും. രണ്ട് സൈഡിൽ എ ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോകും. സോ വി റൂട്ട് ജി ഈക്വൽ ടു റൂട്ട് ഡി എന്ന് വരും. ഈ റൂട്ട് ഡിയും കൂടി ഇനി താഴെ കൊണ്ടുവരിക. അപ്പം വി ബൈ റൂട്ട് ഓഫ് ജി ഇൻറ്റു ഡി ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ വി ബൈ റൂട്ട് ജി ഡിക്ക് പറയുന്ന പേരാണ് ഫ്രൂട്ട്സ് നമ്പർ. ഫ്രൂട്ട്സ് നമ്പറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാവുന്നതാണ്, വി ബൈ റൂട്ട് ജി ഡി ആണ്. സോ ഇതിന് ഫ്രൂട്ട്സ് നമ്പർ എന്ന് കൊടുക്കുക. എഫ് ആർ ഈക്വൽ ടു 1 എന്ന് വരും. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ ക്രിട്ടിക്കൽ ഫ്ലോ. താങ്ക് യു. അടുത്തൊരു പ്രോബ്ലം നോക്കാം. The specific energy for a 5 meter wide rectangular channel is to be 4 Newton meter per Newton. If the rate of flow of water through the channel is 20 meter cube per second, determine the alternate depths of flow. ഈ മോഡലിലുള്ളൊരു പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു. അത് വേറൊരു രീതിയിലായിരുന്നു ചെയ്തിരിക്കുന്നത്, ഇത് വേറൊരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് നേരത്തെ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞത്. അത് ഈ രീതിയിൽ വേണമെങ്കിലും അത് ചെയ്യാൻ പറ്റും. ഓക്കെ, കഴിഞ്ഞത് ഞാൻ യൂണിവേഴ്സിറ്റി തന്ന സ്കീം പ്രകാരം അതെങ്ങനെ ചെയ്യാമെന്നായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ വിഡ്ത്ത് തന്നിട്ടുണ്ട് 5 മീറ്റർ ആണ്. സ്പെസിഫിക് എനർജി തന്നിട്ടുണ്ട് 4 ന്യൂട്ടൺ മീറ്റർ പെർ ന്യൂട്ടൺ ആണ്. സോ അതിനെ ന്യൂട്ടൺ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 4 മീറ്റർ എന്ന് എഴുതാം. ഡിസ്ചാർജ് തന്നിട്ടുണ്ട് 20 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടുന്ന ആൾട്ടർനേറ്റ് ഡെപ്തുകളാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം, E ഈക്വൽ ടു H പ്ലസ് വി സ്ക്വയർ ബൈ 2G ആണ്. ഇവിടെ വി എന്ന് പറയുന്നത് ഡിസ്ചാർജ് ബൈ ഏരിയ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ക്യൂ ബൈ ഏരിയയ്ക്ക് ബി ഇൻറ്റു എച്ച് എന്ന് എഴുതാം. സോ ഡിസ്ചാർജിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 20 ആണ്. ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 5 ആണ്. എച്ച് നമുക്ക് അറിയത്തില്ല. എച്ച് 2 ഡെപ്തുകളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. H1 H2 കണ്ടുപിടിക്കാനുണ്ട്. ആൾട്ടർനേറ്റ് ഡെപ്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ ഇത് ഈ റിലേഷൻ എനിക്ക് 4/h എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ അത് ഞാൻ ഈ സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. H പ്ലസ് വി സ്ക്വയർ ബൈ 2G ഈക്വൽ ടു H പ്ലസ് ഇവിടെ വിക്ക് 4/h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 4/h സ്ക്വയർ ഇൻറ്റു 1/g വരും. ഈക്വൽ ടു ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ H പ്ലസ് ഈ 2ഉം ഇവിടുത്തെ 4 സ്ക്വയർ ചെയ്യുമ്പോൾ 16 കിട്ടും. 16/2 8 വരും. സോ H പ്ലസ് 8/g H സ്ക്വയർന്ന് കിട്ടും. ഓക്കെ, പക്ഷേ സ്പെസിഫിക് എനർജി ഓൾറെഡി നമുക്ക് ഈ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഈക്വൽ ടു 4 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ ഇക്ക് 4 എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെ വരും 4 ഈക്വൽ ടു H പ്ലസ് 8 ഇവിടെ ജിയുടെ വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 9.81 ഇൻറ്റു H സ്ക്വയർ. സോ സോൾവ് ചെയ്യുമ്പം H പ്ലസ് 0.8155/H സ്ക്വയർ എന്ന് കിട്ടും. ദെൻ ഈ H സ്ക്വയർ വെച്ചിട്ടത് സോൾവ് ചെയ്യുന്നു. സോ 4H സ്ക്വയർ ഈക്വൽ ടു H ക്യൂബ് പ്ലസ് 0.81HH എന്ന് വരും. നിങ്ങൾ ഈ നേരത്തെ ഉള്ള ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഈ ഫോമിൽ വരും. 4H സ്ക്വയർ ഈക്വൽ ടു H ക്യൂബ് പ്ലസ് 0.81HH എന്ന് കിട്ടും. സോ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പം H ക്യൂബ് മൈനസ് 4H സ്ക്വയർ പ്ലസ് 0.8155 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ഇത്
ഒരു ക്യൂബിക്കൽ ഇക്വേഷനാണ്. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റും. ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റുന്ന കാൽക്കുലേറ്റർ ഉപയോഗിച്ച് മാത്രമേ ഇത് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇങ്ങനെ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഇത് ഇക്വേഷൻ സോൾവ് ചെയ്ത് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി ചെയ്യാൻ പറ്റും. അതായത് എച്ചിന് ഓരോരോ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് 0 വരുന്ന എപ്പോഴാണെന്ന് കണ്ടുപിടിച്ചാലും മതിയാവും. ഓക്കെ, സോ എച്ചിന് 2 വാല്യൂസ് കിട്ടും, 3.93 മീറ്ററും 0.48 മീറ്റർ. ആക്ച്വലി ഇത് ക്യൂബിക്കൽ ഇക്വേഷൻ ആണ്. എച്ചിന് 3 വാല്യൂസ് കിട്ടും, ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടും. ആ നെഗറ്റീവ് വാല്യൂ ഇഗ്നോർ ചെയ്യുക. ബാക്കി 2 വാല്യൂസ് നിങ്ങൾ ആൾട്ടർനേറ്റ് ഡെപ്ത് ആയിട്ട് എഴുതുക. 3.93 മീറ്ററും 0.48 മീറ്ററും. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു വാല്യൂ എപ്പോഴും ക്രിട്ടിക്കൽ ഡെപ്തിനെക്കാട്ടിയും കൂടുതലായിരിക്കണം, ഒരു വാല്യൂ ക്രിട്ടിക്കൽ ഡെപ്തിനെക്കാട്ടിയും കുറവായിരിക്കണം. പക്ഷെ ഇവിടെ നമുക്ക് ക്രിട്ടിക്കൽ ഡെപ്ത് പ്രത്യേകിച്ച് തന്നിട്ടില്ല, അതുകൊണ്ട് അത് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. ക്രിട്ടിക്കൽ ഡെപ്ത് ഉണ്ടെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും.